Welcome to chapter 12 of the book of Revelation. Amen. Are you ready? Yes. നമുക്ക് വ്യത്യസ്തമായൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് 12-ാം അധ്യായത്തിൽ. ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. 12-ാം അധ്യായം മൊത്തം ഒന്ന് വായിക്കാൻ പോവുക. നമ്മൾ ഇന്ന് വരെ ചെയ്യാത്തൊരു കാര്യം. Because this is one narrative, one huge vision. ഇത് വായിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു വിവാദ അധ്യായമാണ്. വിവാദ അധ്യായം വിവിധ രീതിയിലാണ് ആളുകൾ വ്യാഖ്യാനിച്ച് തകർന്ന് തരിപ്പണമായിരിക്കുക. നമ്മളതിനെ ദൈവകൃപയാൽ വളരെ 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 സിമ്പിളായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി മനസ്സിലാക്കാൻ പോവുക. കൈകളുയർത്തി പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഗഹനമായ വളരെ ആഴമേറിയ കാര്യങ്ങൾ പോലെ സരളമായി ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവരും ബൈബിൾ എടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിക്കുമെങ്കിൽ അങ്ങനെ. ഞാൻ ഇംഗ്ലീഷ് വായിക്കും, മലയാളം വായിക്കണം. ശ്രദ്ധിച്ച് ഈ സ്റ്റോറി കേൾക്കുക. ബിക്കോസ് ഇതൊരു പ്രത്യേക വിഷനാണ്. അതുകൊണ്ടാണ്. 12, Revelation 12 and verse number 1. A great sign appeared in heaven, a woman clothed with the sun, with the moon under her feet, and a crown of 12 stars on her head. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണിത്? അടയാളം. പറ. അടയാളം. This is a sign. This is a sign in heaven. ഭൂമിയിലുമല്ല, സ്വർഗത്തിൽ ഒരു അടയാളം. ഇറ്റ് ഈസ് എ സൈൻ. അത് പതിഞ്ഞോ? കാരണം അത് കഥയുണ്ടതിൽ, അതുകൊണ്ടാണ്. ഇതെന്താണിത്? അടയാളമാണ്. ദിസ് ഈസ് എ സൈൻ. ദെൻ ഷി വാസ് പ്രഗ്നന്റ് ആൻഡ് ക്രൈഡ് ഔട്ട് ഇൻ പെയിൻ as she was about to give birth. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. അപ്പോൾ ഇതിൽ എന്തുണ്ട്? ഒരു സ്ത്രീ. ആ സ്ത്രീ ഗർഭിണിയാണ്. നോവ് കിട്ടി എന്ന് പറയുമ്പോൾ 9 months. 9 അല്ലേ? പൂർണ്ണ ഗർഭിണിയാണ്. അവൾക്ക് നോവ് കിട്ടി. അവൾ വേദനിച്ച് നിലവിളിക്കുകയാണ്. Then another sign appeared in heaven, an enormous red dragon with 7 heads, 10 horns and 7 crowns on its heads. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. പറഞ്ഞേ, മറ്റൊരടയാളം. മറ്റൊരടയാളം. ഇതെന്താണ്? ദിസ് ഈസ് എ സൈൻ. അനദർ സൈൻ അപ്പിയർഡ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ മറ്റൊരു അടയാളം. ദിസ് ഈസ് എ സൈൻ. എന്താണത്? തീ നിറമുള്ള ഒരു ഭയങ്കരമായ ഒരു സർപ്പം. ആരും ഇന്ന് രാത്രി പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് വെറും അടയാളമാണ്. ഇതല്ല. ഈ കണ്ട പെണ്ണല്ല. ദിസ് ഈസ് എ സൈൻ. ഈ സർപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ചൈനക്കാരുടെ സർപ്പം അല്ലെന്ന്. ചൈനീസ് ഡ്രാഗൺ അല്ല. ദിസ് ഈസ് ഓൺലി എ സൈൻ. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് വായിച്ചത്. അടുത്തത്, ഇറ്റ്സ് ടെയിൽ swept a third of the stars out of the sky and flung them to the earth. The dragon stood in front of the woman who was about to give birth so that it might devour her child the moment he was born. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുന്നിൽ നിന്നു. 2 കാര്യം ചെയ്തു. ഒന്ന്, വാലുകൊണ്ട് ഈ സർപ്പം ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചു കൂട്ടിയെടുത്ത് ഭൂമിയിലേക്ക് എറിഞ്ഞു. കൂടാതെ റെഡിയായി നിൽക്കുകയാണ്. ഈ കുഞ്ഞ് ഈ സ്ത്രീ പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ ഉടനടി തിന്നുകളവ, വിഴുങ്ങാൻ വേണ്ടി നിൽക്കുക. തിന്നണം. കുഞ്ഞിനെ തിന്നണം. കുഞ്ഞിനെ തിന്നുന്ന പാമ്പ്. Number 5, he gave birth to a son, a male child, who will rule all the nations with an iron scepter.
and her child was snatched up to God and to his throne. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അടുത്ത ആളെ ഇങ്ങനെ വിളിച്ചിട്ട് പറയാ, ആ സ്ത്രീ പ്രസവിച്ചു, കുട്ടിയാണ്. ആ സ്ത്രീ പ്രസവിച്ചു, കുട്ടിയാണ്. പെണ്ണല്ല, ആൺകുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ സംഭവിച്ചത്, ഈ കുട്ടിയെക്കുറിച്ചുള്ള ഈ കുട്ടിയുടെ മേലുള്ളൊരു നിയോഗം എന്താ പറയണം, ആ കുട്ടി ജനിച്ചിരിക്കുന്നത് he will rule all the nations with an iron scepter. സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാനുള്ള കുഞ്ഞാണ് ജനിച്ചത്. ആ കുഞ്ഞിനെ വിഴുങ്ങാൻ വേണ്ടിയാണ് പാമ്പ് നിന്നത്. പക്ഷെ പണി വാളിപ്പോയി. റെഡിയായി നിന്നു, ജനിച്ച ഉടൻ തന്നെ വിഴുങ്ങുക. പക്ഷേ കുഞ്ഞ് പെട്ടെന്ന് എന്ത് ചെയ്തു? Her child was snatched up to God and to his throne. ഈ കുഞ്ഞിനെ എങ്ങോട്ടാ കൊണ്ടുപോയത്? ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്ക്. പറ, സിംഹാസനത്തിലേക്കും. ഏകദേശമൊക്കെ എന്തൊക്കെയോ തെളിഞ്ഞു വരുന്നുണ്ട്. മുകളിലേക്ക് പോകുക, സ്വർഗത്തിലേക്ക് കയറുക, സിംഹാസനത്തിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എവിടെയോ ജസ്റ്റ് കണക്ട് ദ ഡോട്ട്സ്. Number 6, the woman fled into the wilderness to a place prepared for her by God, where she might be taken care for 1260 days. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഇനി ഈ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞു. ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു? ആ സ്ത്രീയെ 1260 ദിവസം എന്ന് പറഞ്ഞാൽ 3.5 വർഷം. ഈ 3.5 ഒരിക്കലും മറക്കരുത്. 3.5 വർഷം ഒരിക്കലും മറക്കും. 3.5 വർഷമാണ് ഏലിയാവ് ആകാശം ക്ലോസ് ചെയ്ത് വെച്ചത്, അല്ലേ? 3.5 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് സാധനമാണ്. 3.5 വർഷം. ഈ സ്ത്രീയെ 3.5 വർഷം ഒരു മരുഭൂമിയിൽ പോറ്റേണ്ടതിന് ദൈവം ഒരു സ്ഥലമൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. മീനിങ് ദ വുമൺ ഈസ് ടേക്കിംഗ് കെയർ ഓഫ്, ദ ചൈൽഡ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ്. ദൈവം തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് ഭംഗിയായിട്ട്. Number 7, then war broke out in heaven. Michael and his angels fought against the dragon, and the dragon and his angels fought back. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. ഇനി അടുത്തത് ഒരു ഹെവൻലി വാർഫെയർ ആണ്. സ്വർഗത്തിലൊരു ഇതിന് മുകളിൽ, നേരെ മുകളിൽ ഭയങ്കരമായ വാർ നടക്കുക. ഇത് സ്റ്റണ്ടാണ് മക്കളെ, ഇത് സ്റ്റണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ സ്റ്റണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും ഒരു മൂവിയിൽ എന്തെല്ലാം ഉണ്ടോ അതിനേക്കാൾ കൂടിയതെല്ലാം ഇതിനകത്തുണ്ട്. 6 to 18 ആദ്യം നമ്മൾ കണ്ട സ്വർഗീയ രാജാവ് ഇറങ്ങി വന്ന ആൾ എന്ത് ചെയ്തു? 6 to 18 ചാപ്റ്റേഴ്സിൽ എന്ത് ചെയ്യുകയാണ്? വില്ലന്മാരെ തകർത്ത് അതിനുശേഷമാണ് വിവാഹം കഴിക്കുന്നത്, അതിനുശേഷമാണ് വാഴ്ച, അതിനുശേഷമാണ് ഏറ്റവും മനോഹരമായ ഒരു സിറ്റിയിൽ നിത്യകാലം സസന്തോഷം വാഴുന്നത്. ഏത് വചനമാണ് ഞാനിപ്പോൾ വായിച്ചത്? 7. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. ആരൊക്കെയാ പടവെട്ടിയത്? മീഖായേലും അവന്റെ ദൂതന്മാരും. ആരോടാ പടവെട്ടിയത്? മഹാസർപ്പത്തോട്. ഓക്കെ. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല. ആരാ തോറ്റത്? മഹാസർപ്പവും തന്റെ ദൂതന്മാരും. മഹാസർപ്പം അവന്റെ ദൂതന്മാരും തോറ്റു, മിഖായേലും അവന്റെ ദൂതന്മാരും ജയിച്ചു. ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. Then number 8, he was not strong enough and they lost their place in heaven. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. അതായത് സ്വർഗത്തിൽ നിന്ന് തന്നെ താഴെ പോയി. The great dragon was hurled down, that ancient serpent called the devil or Satan, who leads the whole world astray. He was hurled to the earth and his angels with him.
ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. എല്ലാം പറഞ്ഞ പഴയ പാമ്പ്, പഴയ പാമ്പ്, ഒന്നുകൂടി പറഞ്ഞ പഴയ പാമ്പ്, പഴയ പാമ്പ്. അപ്പം അതിൻ്റെ അർത്ഥം ഈ പുള്ളി വേറെയും പണ്ടുകാലത്തുമൊക്കെ എവിടെയൊക്കെ കിടപ്പുണ്ട് ബൈബിളിൽ. ഉൽപ്പത്തി 3 തുടങ്ങി ഈ പുള്ളിയെ നമ്മൾ കാണുന്നത്. ജനസിസ് 3 തുടങ്ങി ഈ പുള്ളിയെ കാണുന്നത് നമ്മൾ. പറഞ്ഞ പഴയ പാമ്പ്, പഴയ പാമ്പ്. അവിടെ തന്നെ ആളാരാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ദ ഡെവിൾ, പിശാച്, സാത്താനും. അപ്പോൾ ഒരാളാണെന്ന് നമ്മൾ മനസ്സിലായി. ഡ്രാഗൺ ആരാണെന്നുള്ളത് കഥാപാത്രത്തെ നമുക്ക് മനസ്സിലായി. ആരാണ്? സാത്താൻ, ഓർ ദ ഡെവിൾ ഓർ സൈറ്റൻ, എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 10 Then I heard a loud voice in heaven saying, Now have come the salvation and the power and the kingdom of our God and the authority of his Messiah. For the accuser of the brothers and sisters who accuses them before our God day and night have been hurled down. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ഒരു 10 ഹല്ലേലൂയ പറ. ഹല്ലേലൂയ, പത്തായില്ല ഒന്ന് പറഞ്ഞു. ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആരെങ്കിലും നിങ്ങൾ അപവാദം പറഞ്ഞത് അതിൻ്റെ പുറകിൽ ആരാണ്? ഈ കക്ഷിയാണ്. യെസ്. അപവാദം പറഞ്ഞു നടക്കുന്നവരുടെ പുറകിൽ ഈ സർപ്പം, പഴയ പാമ്പ്, പഴയ സർപ്പമാണ് അതിൻ്റെ കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവരിപ്പോൾ താഴെ വിടും. രാപകൽ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഈ പുള്ളി കുറിച്ചൊന്നു നോക്ക്, നീ അവനും അവന് ചുറ്റുമുള്ള എല്ലാത്തിനും വേലി കെട്ടി വെച്ചേക്കുമല്ലേ, പിന്നെ എങ്ങനെയാ? ഒന്ന് തൊട്ട് നോക്ക്, അപ്പം അറിയാം. ആ പുള്ളി താഴെ വീണു. പേടിക്ക്. 11ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കി. They triumphed over him by the blood of the Lamb, by the word of their testimony, and they did not love their lives so much as to shrink from death. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. 3 കാര്യമുള്ളൂ ഇവനെ ജയിക്കാൻ. വെറും 3 കാര്യം മതി ഈ ഏൻഷ്യൻ സർപ്പന്റിനെ ജയിക്കാൻ. ഏതൊക്കെയാണ്? ബ്ലഡ് ഓഫ് ദ ലാം, വേർഡ് ഓഫ് ദ ടെസ്റ്റിമണി, നെവർ ലവ് യുവർ ഓൺ ലൈഫ്. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ് എല്ലാവരും അവനെ ജയിക്കുന്നത്. Therefore, verse 12, rejoice, you heavens, and you who dwell in them. But woe to the earth and the sea, because the devil has gone down to you. He is filled with fury, because he knows that his time is short. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേയുള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. നോക്കിയേ, സ്വർഗത്തിൽ അവൻ്റെ സീറ്റ്, അവൻ്റെ എൻട്രി പോയി. ആക്സസ് ഡിനൈ ചെയ്തിരിക്കുക. ഇനി കയറാൻ പറ്റില്ല അങ്ങോട്ട്, സ്വർഗത്തിൽ കയറാൻ പറ്റില്ല. ഇപ്പോൾ ആൾ ഫുൾ എവിടെയായി? നേരത്തെ മുകളിൽ കയറി കിടന്ന് കളിയുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സൺസ് ഓഫ് ഗോഡ് പോകുമ്പോഴേക്കും എന്ത് ചെയ്യും? ഇവനും കൂടി ചെന്ന് വേഷമൊക്കെ മാറി ഫാൻസി ഡ്രസ്സിലൊക്കെ ചെന്ന് നിൽക്കും. ഞാനും എനിക്കുണ്ട് വെളിച്ചമെന്നൊക്കെ പറഞ്ഞു വെളിച്ച ദൂതനായിട്ട് ചെന്ന് നിന്ന് പരിപാടിയൊക്കെ നടത്തുമായിരുന്നു. ഇനി കയറാൻ പറ്റില്ല. അവിടെ നിന്ന് പോയി ഫസ്റ്റ് ഹെവനിൽ നിന്ന് പോയി, തേർഡ് ഹെവനിൽ നിന്ന് പോയി, സെക്കൻഡ് ഹെവനിൽ നിന്ന് പോയി, ഫസ്റ്റ് ഹെവനിലേക്ക് വന്ന്, അതായത് ഭൂമിയുടെ അന്തരീക്ഷം. ഇനി ഭൂമിയിൽ മാത്രമേ അവന് ഓപ്പറേഷൻ ഉള്ളൂ. അപ്പോൾ അവന് മനസ്സിലായി, ഇനി എനിക്ക് ടൈം അധികമില്ല, അതുകൊണ്ട് പൂർണ്ണ ശക്തിയോടുകൂടെ ഞാൻ ഇറങ്ങി വന്നു ദൈവത്തിൻ്റെ മക്കളെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ദ ഫ്യൂറി ഓഫ് ദി ഏൻഷ്യന്റ് സെർപ്പന്റ്. ലാസ്റ്റാണ്, ഇനി എനിക്ക് ചാൻസ് ഇല്ല. അടുത്ത ആളെ തോണ്ടി വിളിച്ചിട്ട്, ഈ ഒരു വാശിയെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ
ഈ ഒരു വാശിയെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ അല്പകാലമേ ഉള്ളൂ. നമുക്കും ഇല്ല അധിക സമയം ഇവിടെ അല്ലേ. അത് ഓർത്ത് ശക്തമായൊരു ശുശ്രൂഷ ചെയ്യാനുള്ളൊരു ദാഹവും കൃപയും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ നോട്ട്സ് എഴുതി ഇത്ര പേജ് ഞാൻ നോട്ട്സ് എഴുതി എന്ന് പറയാനല്ല. അതിടക്ക് കാണിക്കട്ടെ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ നോട്ട്സ് കണ്ടോ, അതിന് കൂടുതൽ ന്യായവിധി വരും. കാരണം കൂടുതൽ അറിഞ്ഞാൽ കൂടുതൽ ചോദിക്കുന്ന അങ്ങനെ ഒരു വചനമുണ്ട്. അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നാളെ മുതൽ വരാതിരിക്കുമല്ലോ. കൂടുതൽ അറിഞ്ഞ് കൂടുതൽ ചോദ്യം ചോദിക്കും. അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ശക്തരായ ആ 144,000 എണ്ണത്തെ പോലെ, ആ 2 സാക്ഷികളെ പോലെ ഇനി അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി, കർത്താവിൻ്റെ വരവും അതെല്ലാം അവിടെ നിൽക്കട്ടെ, എന്തെങ്കിലും ഒരു ദിവസം ഞാനിവിടുന്ന് പോകണമല്ലോ, എൻ്റെ ആയുസ് എത്ര വർഷം ഇനിയുണ്ട് എന്ന് മനസ്സിലാക്കി, വിളിച്ച വിളിക്കൊത്തവണ്ണം, തന്ന കൃപയ്ക്കൊത്തവണ്ണം, ലഭിക്കുന്ന അവസരങ്ങൾക്കൊത്തവണ്ണം മഹാദൈവത്തിന്റെ ഇത്ര വലിയ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അന്ത്യകാല കൊയ്ത്തിന് വേണ്ടി നിൽക്കുവാൻ, ഒരു ജനതയെ എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിരിക്കുക. കൈകളടിച്ച ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. കഥ തീർന്നിട്ടില്ല. Verse number 13. When the dragon saw that he had been hurled to the earth, he pursued the woman who had given birth to the male child. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ഇപ്പോൾ ഭൂമിയിൽ മാത്രം ഓപ്പറേഷനുള്ളൂ അല്ലേ, ഏരിയ ഓഫ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. അതുകൊണ്ട് ആ സ്ത്രീയെ പിന്നെയും എന്ത് ചെയ്യാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി. Number 14, the woman was given 2 wings of a great eagle so that she might fly to the place prepared for her in the wilderness, where she would be taken care of for a times and half a time out of the serpent's reach. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. അപ്പോൾ ദൈവത്തിന് അവിടെ ഈ 2 കാലവും 1 കാലവും അരക്കാലവും ഒക്കെ കണ്ടത് 3.5 years സെയിം. അത്രയും നാള് ഈ സ്ത്രീയെ ഈ മഹാസർപ്പത്തിന് ചെന്ന് തൊടാൻ പറ്റാത്തൊരു സ്ഥലത്ത് ദൈവം സംരക്ഷിച്ചു. കർത്താവ് തനിക്കുള്ളവരെ അറിയുക മാത്രമല്ല, കരുതുകയും പോറ്റുകയും പാലിക്കുകയും നടത്തുകയും എല്ലാം ചെയ്യും. കൈ ഇങ്ങനെ പിടിച്ച് കുറച്ച് നേരം നന്ദി പറ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മളൊക്കെ കർത്താവ് കൃപയിൽ പൊതിഞ്ഞല്ലോ. Number 15. Then from his mouth the serpent spewed water like a river to overtake the woman and sweep her away with the torrents. സർപ്പം സ്ത്രീയെ ഒഴുക്കി കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. ഇപ്പോൾ അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല, പക്ഷെ വെള്ളം ചീറ്റിക്കാൻ തുടങ്ങി. വായിൽ നിന്നും വെള്ളം നദി പോലെ, റിവർ പോലെ ഒഴുക്കുക. 18. But the earth helped the woman by opening its mouth and swallowing the river that the dragon had spewed out of his mouth. 16. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഭൂമി ഹെൽപ്പ് ചെയ്തു. പെട്ടെന്ന് വാ തുറന്നിട്ട് ആ വെള്ളം മുഴുവൻ ഭൂമി തൻ്റെ അകത്തോട്ടാക്കി. സ്ത്രീയെ രക്ഷിച്ചു. സ്ത്രീക്ക് കേട് പറ്റിയില്ല. ഹല്ലേലൂയ. Hallelujah. Number 17, the last verse. Then the dragon was enraged at the woman and went off to wage war against the rest of her offspring, those who keep God's commands and hold fast their testimony about Jesus. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു.
അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഈ വിഷൻ അവസാനിക്കുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന രംഗം എന്താണ്? ഈ സ്ത്രീയുടെ ബാക്കി മക്കളോട് ബാക്കി മക്കളോട് ആദ്യത്തെ കുഞ്ഞ് മെയിൽ ചൈൽഡ് എന്ത് ചെയ്തു? മുകളിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ സിംഹാസനത്തിലെത്തി. ബാക്കി പിള്ളേർ ഓടാണ് ഇനി അവൻ്റെ ഫൈറ്റ്. ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാണ് ചാപ്റ്റർ അവസാനിക്കുന്നത്. കുറച്ചൊക്കെ കാര്യം ഇങ്ങനെയൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായി കാണും ദ സ്റ്റോറി. ഇനി നമുക്ക് കഥ പറയാം. എല്ലാവരും നേരെ ഇരിക്കുക, വേഴത്തെ പോലെ കുനിഞ്ഞിരിക്കരുത്, നേരെ ഇരിക്കുക. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ റോക്കറ്റ് ലോഞ്ചിന് വേണ്ടി റെഡിയായി എങ്ങനെ ഇരിക്കും അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. എന്താണ് ഈ അധ്യായത്തിൽ നടക്കുന്നത്? ഞാൻ പറഞ്ഞു 2 അടയാളങ്ങൾ. 2 അടയാളങ്ങൾ. സ്വർഗത്തിൽ 2 അടയാളങ്ങൾ, ഒരു സ്ത്രീ ഒരു സർപ്പം. ഒരു സ്ത്രീ ഒരു സർപ്പം. കൈയെടുത്ത് ഒരു സ്ത്രീ ഒരു സർപ്പം. ഇത്രേ ഉള്ളൂ, 2 അടയാളമുള്ളൂ. ഇതെന്താണ്? സൈൻ ആണ്, ഒരു അടയാളമാണ്. ദിസ് ചാപ്റ്റർ നമ്പർ 12 റിവീൽസ് ദ കോസ്മിക് ഡയമെൻഷൻ ഓഫ് ദ റിഡംഷൻ സ്റ്റോറി. വീണ്ടെടുപ്പ് കഥയുടെ ആകാശത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള മുകളിൽ നിന്നുള്ള ഒരു 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 വിശാലമായൊരു വീക്ഷണമാണ്. ഭാവിയിൽ നടക്കാനുള്ളത് മാത്രമല്ല ഇതിനകത്തുള്ളത്. പണ്ട് അനേക വർഷങ്ങൾക്ക്, ഒരുപക്ഷെ മനുഷ്യരുടെ സൃഷ്ടിക്ക് മുമ്പ് നടന്ന സംഭവങ്ങളും ഏറ്റവും അവസാനം നടക്കാനിരിക്കുന്ന സംഭവങ്ങളും എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആരെങ്കിലും ഒരു ക്യാമറ ഉണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ക്യാമറ തന്നെ ഉപയോഗിക്കാം. ഇവിടെ നോക്ക്, ക്യാമറ ഉണ്ട് ആർക്കെങ്കിലും? ഒരു ഫോട്ടോ ക്യാമറ ആയാലും മതി, അതല്ല വേണ്ട, വെറുതെ ഒരു ഫോട്ടോ ക്യാമറ കിട്ടിയാലും മതി. വർക്ക് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒരു ക്യാമറ. ആരെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല, വരട്ടെ. ഇവിടെ നോക്ക്. ഓ മൈ ഗോഡ്, അതിൻ്റെ അകത്തുണ്ടോ? ഞാനൊരു സാധനം കാണിച്ചു തരാം. കിട്ടി. അത് മതി. ഇത് ഭയങ്കര സംഭവമല്ലേ, ഓസ്മോ. വാ, ഒന്ന് ഓണാക്കി വെക്ക്, നോക്കട്ടെ. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. നമുക്ക് പ്രസംഗിക്കാനല്ല അറിയുമോ? യാ, ഓ വാവ് വാവ് വാവ്. ഇതെന്താ മോളിൽ നിന്നാണല്ലോ കാണുന്നത്. വാവ്, എനിക്ക് നിങ്ങളെല്ലാം കാണാം. വാ, ഒരു ക്യാമറ പിടിച്ചുകൊണ്ട്, മൂവി ക്യാമറ, വീഡിയോ ക്യാമറ പിടിച്ചുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. എവിടെ തുടങ്ങി? മനുഷ്യനെ, ഈ ആകാശഭൂമിയൊക്കെ ഉൽപ്പത്തി 1:1 മുമ്പ് തുടങ്ങി. സ്വർഗത്തിലും ഭൂമിയിലുമൊക്കെ നടക്കുന്ന സകല സാധനങ്ങളും ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുവാണ് റെക്കോർഡിങ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്നു. സ്വർഗത്തിൽ ദൈവം ദൂതന്മാരെ സൃഷ്ടിക്കുന്നു. ഓക്കെ, ദൂതന്മാരിൽ തന്നെ അഗ്രഗണ്യനായിരുന്ന ഒരാൾ ദൈവത്തിനെതിരെ മത്സരിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരിൽ 3-1 വഴിതെറ്റിച്ച് അവരെ തകർക്കുന്നു, താഴെ വരുന്നു. ഇങ്ങനെ പല രംഗങ്ങളും ചരിത്രത്തിൽ, പിന്നെ മനുഷ്യചരിത്രത്തിലേക്ക് കയറി ഇങ്ങനെ റെക്കോർഡ് ചെയ്തു ഇതിലൂടെ പോയി ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് പിറന്നു. ആ രംഗമൊക്കെ റെക്കോർഡ് ചെയ്യുക വീഡിയോയിൽ. അതെല്ലാം കഴിഞ്ഞ് ഹെരോദ രാജാവ് കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ സീനും ഉണ്ട് ഇതിൽ. റെക്കോർഡ് ചെയ്ത് പിന്നെ സഭ ഉണ്ടാകുന്നു, ആളുകൾ രക്ഷിക്കപ്പെടുന്നു. ദ ബ്ലെസ്സിങ് ടുഡേ, വാവ്, ബ്ലെസ്സിങ് ടുഡേ ഉണ്ടാകുന്നു. അതിൽ ആളുകൾ രക്ഷിക്കപ്പെടുന്നു, കൊയ്ത്ത് നടക്കുന്നു. അത് വളർന്ന് ലോകമെമ്പാടും, ഭൂമി മുഴുവൻ, എല്ലാ രാജ്യങ്ങളിലും പരക്കുന്നു. മൈ ഗോഡ്, ഇവിടെ ഇരിക്കുന്ന പലരും ഭയങ്കര രാജ്യങ്ങളൊക്കെ ശുശ്രൂഷിക്കുന്നു. വാവ്, ഇങ്ങനെ പോയി അവസാനം ഇതാ കാലം ഇതായി 7 ഇയർ ട്രിബുലേഷൻ പീരീഡിൽ വന്ന് ഇങ്ങനെ പോയി
സഹസ്രാബ്ദ വാഴ്ച നിത്യത. ഫുൾ വീഡിയോ പറ. ഫുൾ വീഡിയോ. എന്നിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ടൈം ലാപ്സ് വീഡിയോ, അങ്ങനെയല്ല പറയുന്നത്. ടൈം ലാപ്സ് ഇത് മതി. ടൈം ലാപ്സ് വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് പീസുകൾ മാത്രം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ, എല്ലാം പറയുന്നില്ല. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എന്ത് ചെയ്യുന്നു, എടുത്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും, അതാണിത്. താങ്ക് യു. യെസ്. വാവ്, ഇത്രയുള്ള കഥ. വലിയ തിയോളജിയൊന്നും പോകണ്ട, കാര്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കഥാപാത്രങ്ങളിലേക്ക് പോകാം. അടുത്ത ചില കാര്യങ്ങൾ. ഇവിടെ ഒരു യുദ്ധമുണ്ടല്ലോ, ഭയങ്കര പൊരിഞ്ഞ യുദ്ധമാണ്. ഇതെവിടെയാണ് തുടങ്ങിയെന്ന് നോക്കാം. The war that began in Genesis ends in Revelation 12. തീരുന്നില്ല, അവിടെ തുടരുകയാണ്. Where did this start? ഈ യുദ്ധം എവിടെയാണ് തുടങ്ങിയത്? ഉൽപ്പത്തി 3:14-15. Then the Lord said to the serpent, പറ serpent. ആ പുള്ളിയിൽ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടേ, I will put enmity between you and the woman. ഒരു സ്ത്രീയില്ലേ? അപ്പോൾ രണ്ടുപേരെയും കിട്ടിയില്ലേ? Serpent and woman. And between your seed and her seed. He shall bruise your head and you shall bruise his head. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ത്രീ ആരാണ്? യേശുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് മേരിയാണ്, യേശുവിൻ്റെ അമ്മ മറിയ. ആ അർത്ഥത്തിൽ ലിറ്ററൽ സെൻസിൽ ഇൻഡിവിജ്വൽ വെച്ച് നോക്കുവാണെങ്കിൽ മേരിയാണ്. ഓൾറൈറ്റ്, മേരിയാണ്. എന്നാൽ ഞാൻ നിനക്കും സ്ത്രീക്കും എന്ന് പറയുമ്പോൾ മൊത്തം സ്ത്രീത്വത്തിനെതിരെ എന്തുണ്ട്, ഒരു ഫൈറ്റുണ്ട്. അതൊരർത്ഥം. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ബി നോക്കിയേ, ആ വുമൺ ഓൾസോ ഈസ് ഇസ്രായേൽ. എങ്ങനെ? ആൻസെസ്ട്രൽ ഇത് വെച്ച് നോക്കിയേ, യേശുവിൻ്റെ ആൻസെസ്ട്രി വെച്ച് നോക്കിയാൽ ആ വുമൺ ആരാണ്? മെയിൽ ചൈൽഡ് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്? സ്വർഗത്തിലേക്ക് സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇപ്പം ആരും വേറെ ആരും അങ്ങോട്ട് വോട്ടില്ല പറയാൻ. എന്തെങ്കിലും ഒന്ന് പറ, ശരിയല്ലേ? അപ്പോൾ ആ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ ആരാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടെ പറഞ്ഞിരിക്കുന്ന സീഡ് ജീസസ് ക്രൈസ്റ്റ് ആണ്, സെർപ്പൻ സേറ്റനാണ്, തർക്കമൊന്നുമില്ല. അടുത്ത ഫ്രെയിമിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നോക്ക്, ക്യാരക്ടേഴ്സ് ഇൻ ദ വിഷൻ. ഇതിൽ 6 കഥാപാത്രങ്ങളുണ്ട്. പറ. 6 കഥാപാത്രം ഞാൻ ഇന്ന് പെറുക്കിയെടുത്തതാണ്. 6 ക്യാരക്ടേഴ്സ്. ആരൊക്കെയാണ്? ദ വുമൺ, സ്ത്രീ, ദി എനോർമസ് റെഡ് ഡ്രാഗൺ, ഹെർ മെയിൽ ചൈൽഡ്, മൈക്കിൾ, ദ തേർഡ് ഓഫ് ദ സ്റ്റാർസ്, ദ റെസ്റ്റ് ഓഫ് ദ വുമൺസ് ഓഫ്സ്പ്രിങ്. ഇത്രയും പേരെ കഥാപാത്രത്തെ പരിചയപ്പെട്ടാൽ കഥ മനസ്സിലാവും. പറ. ഇത്രയും പേരെ പരിചയപ്പെട്ടാൽ, കഥാപാത്രങ്ങളെ മനസ്സിലാക്കി പരിചയപ്പെട്ടാൽ കഥ മനസ്സിലാവും. കഥാപാത്രങ്ങളെ മനസ്സിലാക്കിയാൽ കഥ മനസ്സിലാകും. അടുത്ത ഫ്രെയിമിലേക്ക് പോകാം. വുമൺ ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വുമൺ, ഇവിടെ പറഞ്ഞിരിക്കുന്ന വുമൺ ഈസ് ഇസ്രായേൽ. ആരാണ്? ഇസ്രായേൽ. ഇസ്രായേലിനെ സ്ത്രീയായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അതേ ഉള്ളൂ. ഹോശയുടെ പുസ്തകത്തിൽ, യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ സ്ത്രീ 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 എന്ന് പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലാണ്. കവനൻ നേഷൻ. ഈ നേഷനാണ് എന്ത് ചെയ്തത്? ബ്രിങ്സ് ഫോർ ദ മെസായ, ടാർഗറ്റ് ഓഫ് സേറ്റനിക് ഹേറ്റ്രെഡ്. ഇതിനെയാണ് നമ്മൾ ആൻറ്റി സെമിറ്റിസം എന്നറിയപ്പെടുന്നത്. കേട്ടിട്ടുണ്ടോ? യഹൂദ വിരോധം. ഹിറ്റ്ലർ എന്താ ചെയ്തത്? ജർമ്മനിയിൽ എന്താ ചെയ്തത്? ഇന്ന് ലോകരാജ്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇസ്രായേലിനെതിരെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിഞ്ഞു. ചരിത്രം മൊത്തം അതാണ്. ഇന്നും അത് തന്നെ. ഇപ്പോൾ നടന്ന ഈ കുറച്ച് നാൾ മുമ്പല്ലേ ആ ബന്ദികളെ വിട്ടത്? ഹമാസ് തുടങ്ങി എല്ലാം. ജനസിസ് 37:9-11. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് നിങ്ങളുടെ കഥയാകാമെന്ന് പറഞ്ഞൊരു സീരീസ് ഇപ്പോഴും അതാണോ നടക്കുന്നത്? അത് തന്നെയല്ലേ? അല്ല, കഴിഞ്ഞോ? ഈ ഭാഗം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യോസഫ് ഒരു സ്വപ്നം കണ്ടു.
എന്താണ് സ്വപ്നം? സൂര്യനും അയ്യോ, ഞാൻ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടന്മാരെ, മമ്മി, പപ്പേ, ഞാൻ കിടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം കണ്ടു. എന്താണത്? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും വന്ന് എന്നെ നമസ്കരിക്കുന്നു. അപ്പോൾ തന്നെ അവർക്ക് പൊരുൾ കിട്ടി. തല്ലിയില്ലെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊല്ലാൻ ശ്രമിച്ചെന്നേ ഉള്ളൂ. കാര്യം മനസ്സിലായി. എന്താണത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന സൺ ഈസ് ജേക്കബ്, മൂൺ ഈസ് റേച്ചൽ. ആര്? ദ ഡ്രീമേഴ്സ് മദർ റേച്ചൽ. 12 സ്റ്റാർസ്. പുള്ളി 11 നക്ഷത്രമേ കണ്ടത്. പുള്ളിയും കൂടി കൂട്ടിയാലോ 12. 12 സൺസ് ഓഫ് ജേക്കബ്. അടുത്തത് ഫ്രെയിമിലേക്ക് പോകാം. Messiah came through Israel. Romans 9:4-5 നോക്കുക. The people of Israel, theirs is the adoption to sonship. Theirs the divine glory, the covenants, the receiving of the law, the temple worship and the promises. ഇനി കേൾക്കണം. Theirs are the patriarchs, and from them is traced the human ancestry of the Messiah, who is God over all, forever praised. Amen. മലയാളം വായിക്കാതാണ് ഇവർ പ്രതികരിക്കാത്തത്. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവം. ഇതിൽ പരം തെളിവ് വേണോ? The best commentary for the word of God is the word of God itself. Amen. വേറെ കമൻട്രി നോക്കണമെന്നില്ല. ബൈബിൾ തന്നെയാണ് ബൈബിളിൻ്റെ കമൻട്രി. അതെവിടെയെങ്കിലും കിടപ്പുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ദ ഹ്യൂമൻ ആൻസസ്ട്രി ഓഫ് ദ മെസ്സായ. യേശു ജഡപ്രകാരം ജനിച്ചത് ഇസ്രായേലിൽ നിന്നത്രേ. ഗോത്രപിതാക്കന്മാർ അവരുടേത്, ന്യായപ്രമാണം അവരുടേത്, എല്ലാം അവരുടേത്. ക്രിസ്തുവും ജഡപ്രകാരം അവരിൽ നിന്നല്ലോ വന്നത്. കുറച്ചുകൂടി പ്രാവചനിക ഭാഷയിൽ പറഞ്ഞാൽ അവളിൽ നിന്നല്ലോ വന്നത്. She, Israel, the woman brings forth the Messiah. She, Israel, is persecuted by the dragon. She, the woman, Israel, is protected by God in the wilderness. End time Israel. Next. അടുത്ത ഫ്രെയിമിലേക്ക് പോവാം. വൈ ദ വുമൺ ഈസ് നോട്ട് മേരി? ഇതാണ് അടുത്തൊരു വിഷയം. ഞാനും പണ്ട് വിചാരിച്ചിരുന്നത് യേശുവിൻ്റെ അമ്മ മറിയാണ് ഈ സ്ത്രീ. കാരണം യേശുവിനെ ജനിപ്പിച്ചത് ആരാ? യേശുവിൻ്റെ അമ്മ മറിയല്ലേ. ഒത്തിരി പേര് വിശ്വസിക്കുന്നത് യേശുവിൻ്റെ അമ്മ മറിയാണ്. പക്ഷെ ഓർക്കണം, ആദ്യമേ പറഞ്ഞു ഇതൊരു അടയാളമാണ്. ആ സ്ത്രീ എന്ന് പറയുന്ന ആ സ്ത്രീ അല്ല. ആദ്യമേ പറഞ്ഞില്ലേ, ഐ സോ എ സൈൻ ഇൻ ഹെവൻ. ഇതൊരു അടയാളമാണ്. ഒരു സ്ത്രീയെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഒരു കുതിര എന്ന് പറയുന്നത് കുതിരയല്ല. ഇറ്റ്സ് എ സിമ്പിൾ. ഒരു മൃഗം പറയുമ്പോൾ അത് മൃഗമല്ല, അതൊരു സാമ്രാജ്യമായിരിക്കും. ബിംബത്തിൻ്റെ തല, അത് സ്വർണത്തിൻ്റെ തലയല്ല, അങ്ങനൊരു ബിംബമില്ല. പിന്നെ അതെന്താണ്? അതൊരു സാമ്രാജ്യമാണ്. ഇറ്റ്സ് ആൻ എംപയർ. ഇങ്ങനെ വേണം പ്രവചന ഭാഷ വ്യാഖ്യാനിക്കാൻ. ഇനി നോക്ക്, ഇവിടെ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മ മറിയ അല്ല ഈ സ്ത്രീ? ഇവിടെ അതായത് യേശുവിൻ്റെ അമ്മയാണ് യേശുവിൻ്റെ ശരീരം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത്. അതുകൊണ്ട് യേശുവിൻ്റെ അമ്മ മറിയയെ സ്ത്രീകളിൽ തന്നെ ഏറ്റവും ബ്ലെസ്ഡ് ആണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല. അതിനെതിരെ ആരും തർക്കിക്കണ്ട. സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് യേശുവിൻ്റെ അമ്മ മറിയ. എന്നാൽ വെളിപാട് പുസ്തകം 12 കാണുന്ന സ്ത്രീ യേശുവിൻ്റെ അമ്മ മറിയയല്ല, അത് ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ്. അതിൻ്റെ തെളിവാണ് നമ്മൾ കണ്ടത്. ഇനി കാരണം പറയാം. സൺ, മൂൺ ആൻഡ് സ്റ്റാർസ് ഇമേജറി ഇതിൽ കണ്ടല്ലോ. റെഫേഴ്സ് ടു ഇസ്രായേൽ കണ്ടു. യേശുവിൻ്റെ അമ്മ മറിയായിട്ട് യാതൊരു ബന്ധവുമില്ല. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അമ്മ മറിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അടുത്തത് സ്പാൻസ് ഫ്രം ബിഫോർ ക്രൈസ്റ്റ് ബർത്ത് ടു എൻഡ് ടൈം ട്രിബുലേഷൻ. ഈ സ്ത്രീ യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് മുതൽ ആ സ്ത്രീ ഉണ്ട്.
ഞാൻ പറഞ്ഞില്ലേ, ടൈം ലാപ്സ് വീഡിയോ ആണിത്. യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് തുടങ്ങിയ ഈ സ്ത്രീയുണ്ട്, ജനനത്തിലുണ്ട്, അതിനുശേഷം ഈ സ്ത്രീയുണ്ട്, കാലത്തിൻ്റെ അവസാനം വരെ ഈ സ്ത്രീ പോകുന്നു. പിന്നെ അവളുടെ ബാക്കിയുള്ള പിള്ളേരെ പീഡിപ്പിക്കുന്നു. യേശുവിൻ്റെ അമ്മ മറിയ അങ്ങനെ ജീവിച്ചിരുന്നോ? നോ. യേശുവിൻ്റെ അമ്മ മറിയ നമുക്കറിയാം, ക്രൂശിൽ വെച്ച് യോഹന്നാൻ സ്നാപകൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പിന്നെ എഫേസോസിലൊക്കെ എവിടെയൊക്കെ അദ്ദേഹം പോയി സഭാ ശുശ്രൂഷയിൽ ഇരുന്നിട്ടുണ്ട്, അവിടെയെല്ലാം മരണം വരെ യേശുവിൻ്റെ അമ്മ മറിയയെ കൊണ്ടുപോയി. യേശുവിൻ്റെ അമ്മ മറിയ അതിനുശേഷം മരിച്ചു. അതും ഈ ദർശനവുമായി, അടയാളവുമായി ഒരു ബന്ധവുമില്ല. പുറത്തൊറ്റയ്ക്ക് കിട്ടിയ എന്നെ എന്തെങ്കിലും ചെയ്യുമോ? കുഴപ്പമില്ലല്ലേ? ആം ഐ സേഫ്? യെസ്. ഓക്കെ. ഇനി അടുത്തത്, വിൽ ബി വിത്ത് യു. അടുത്തത് ഇതല്ലേ കഴിഞ്ഞത്? അല്ല. സ്പാൻസ് ബിഫോർ ക്രൈസ്റ്റ് ബർത്ത് ടു എൻഡ് ടൈം ട്രിബുലേഷൻ, ടു ബ്രോഡ് ടു ഡിസ്ക്രൈബ് മാരീസ് ലൈഫ്. ഈസ് ടു ബ്രോഡ്. അങ്ങനെ ഒരു സംഭവം യേശുവിൻ്റെ അമ്മ മറിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അടുത്തത്, ഫ്ലീയിങ് ഫോർ 1260 ഡേയ്സ്. ഈ സ്ത്രീ 1260 ദിവസം എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്തേക്ക്, സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് ദൈവം മാറ്റുന്നു. അങ്ങനെ ഒരു സംഭവം മറിയയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നോ. പ്രൊഫറ്റിക് സിംബൽ ഓഫ് ഇസ്രായേൽസ് പ്രിസർവേഷൻ, നോട്ട് മേരി സ്റ്റോറി. ഇസ്രായേലിനെ ദൈവം ഇതുപോലെ പരിപാലിക്കുന്നു, മേരിയുടെ കഥയല്ല. അടുത്തത്, അതർ ഓഫ് സ്പ്രിങ്സ്. എന്താണത്? ഓൾ ബിലീവേഴ്സ്. ഇവളുടെ മറ്റേ പിള്ളേരാരാ? ഇവിടെ ഇരിപ്പുണ്ട്. മീതെയുള്ള യെരൂശലേമല്ലോ നമ്മുടെ അമ്മ. ഈ നമ്മൾ ഗ്രാഫ്റ്റഡാണ്, അല്ലെങ്കിൽ നമ്മൾ ദത്തെടുത്തതാണ്. ഇവിടെ നേരത്തെ റോമാലേഖനത്തിൽ നിന്ന് വായിച്ചല്ലേ, നിയമപ്രകാരം, ന്യായപ്രമാണം, പിതാക്കന്മാർ, അതെല്ലാം അവരുടേതാണ്. പക്ഷേ അവരുടെ കെയർ ഓഫിലാണ് മശിയെ നമുക്ക് കിട്ടിയത്. രക്ഷകനെ തന്നത് യഹൂദന്മാരാണ്, ഇസ്രായേലാണ്. അതുകൊണ്ട് നമ്മൾ അവരോട് കടപ്പെട്ടവരാണ്. പൗലോസ് ഒത്തിരി അവരാൽ പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ അവസാനം പറഞ്ഞു, അവരെ നമ്മൾ സഹായിക്കണം, കാരണം അവരിൽ നിന്നാണ് നമ്മളെല്ലാം കിട്ടിയത്. ജാതികളുടെ സഭകൾ അവരെ യെരുശലേമിലെ സഭയെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ജാതികളുടെ സഭയിൽ നിന്നൊക്കെ കളക്ഷൻ എടുത്ത്, ധർമ്മശേഖരം എടുത്ത്, ക്ഷാമം ഉണ്ടായപ്പോൾ അവിടെ കൊണ്ട് കൊടുത്തു. കാരണം വി ആർ ഒബ്ലൈജ്ഡ്. സ്റ്റിൽ വർക്കിംഗ്? എല്ലാവരുടെയും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ ശരിയായിക്കോളും. എല്ലാവരും തട്ടുന്നുണ്ട്, എൻ്റെ അർത്ഥം വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള പിള്ളേർ ആരാണെന്ന് പറഞ്ഞത്? കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി, നോട്ട് പേഴ്സണൽ മദർഹുഡ്. കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റിയാണ് ഇവിടെ വരുന്നത്, ഇൻഡിവിജ്വൽ അല്ല. ഇതൊരടയാളമാണ്. അടുത്തത്, അപ്പോക്കലിപ്റ്റിക് സ്റ്റൈലിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സിംബോളിക്, നോട്ട് ലിറ്ററൽ പേഴ്സൺ. അടുത്തത്, ഓൾഡ് ടെസ്റ്റമെൻറ്റ് പാരലൽസ്, മൈക്ക, ഐസയ, എക്സെട്ര, ഹോസയ തുടങ്ങിയതെല്ലാം കൺസിസ്റ്റൻ്റ്ലി പോർട്രേ സയൻ ഓർ ഇസ്രായേൽ ആസ് എ ട്രാവലിംഗ് വുമൺ. ഇതിൽ ഈ പ്രവാചകന്മാരെല്ലാം ഇതേ പിക്ചർ പറഞ്ഞിട്ടുണ്ട്. Can I get a few more minutes? പെട്ടെന്ന് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം ചാപ്റ്റർ ഏകദേശം കയ്യിൽ ഒതുങ്ങിയിട്ടുണ്ട്. ക്ലാരിറ്റി വന്നെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, വന്നു. ഔട്ട്ലൈൻ തുറന്നു പിടിച്ചു. ഞാനതിലേക്ക് പോകുന്നില്ല. ഞാൻ വളരെ പെട്ടെന്ന് ചില അഡീഷണൽ സ്റ്റഫ് കൂടി തന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഫസ്റ്റ് പാർട്ടിൽ the woman clothed with the sun and her child, 12:1 and 2 നമ്മളത് വായിച്ചു കഴിഞ്ഞു. ഈ സ്ത്രീ പ്രസവവേദനപ്പെട്ടു എന്ന് പറഞ്ഞാൽ മശിഹയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈ സ്ത്രീ, അമ്മയാകുന്ന ഇസ്രായേൽ, എത്രത്തോളം ശരിക്കും പഴയ നിയമം ഉൽപ്പത്തി തുടങ്ങി ഇങ്ങ് വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന രാജ്യം ഈ മശിഹയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ജനത എന്ന നിലയിൽ ലോകത്തിൽ ഒരു ജാതിയും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദുരിതങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ അവർ പോയിട്ടുണ്ട്.
and who was behind? The ancient serpent. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്ന കഥാപാത്രം ആയ ആദ്യത്തെ സ്ത്രീയോട് ചതിവിലൂടെ അവളെ വീഴ്ത്തിയ അതേ മഹാസർപ്പം ത്രൂ ഔട്ട് ഇസ്രായേലിന് എതിരെ നിന്ന് എന്നും അവളെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. രണ്ടാമത്തേതിൽ സെഗ്മെൻറ്റിൽ ദ ഗ്രേറ്റ് റെഡ് ഡ്രാഗൺ ആൻഡ് ഹിസ് റെബല്യൻ ഒരു മഹാസർപ്പവും അവൻ്റെ മറുതലിപ്പും. അതിലാണ് ദ ഫോൾ ഓഫ് ദി സ്റ്റാർസ്. അതെന്താണത്? ദൈവദൂതന്മാരിൽ ഏഞ്ചൽസിലെ 1/3 ഭാഗത്തെ ദൈവത്തിനെതിരെ മത്സരിപ്പിച്ച് അതുങ്ങളെയും ചതിച്ചു കാണും. വലിയ വാഗ്ദാനമൊക്കെ കൊടുത്ത് ചതിച്ചായിരിക്കുള്ളൂ അതുങ്ങളെ. കാരണം ഹീസ് എ ഫാദർ ഓഫ് ഓൾ ലൈസ്. സകല ഭോഷ്കിൻ്റെയും പിതാവാണ്. ഹിസ് നേറ്റീവ് ലാംഗ്വേജ് ഇസ് ലൈ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തേതിൽ ദ ബർത്ത് ഓഫ് ദ മെയിൽ ചൈൽഡ് ആൻഡ് ഹിസ് പ്രൊട്ടക്ഷൻ. ആൺകുട്ടിയുടെ ജനനവും അവൻ്റെ സംരക്ഷണവും. മെയിൽ ചൈൽഡ് യേശുവാണെന്ന് പറഞ്ഞു. അതിൽ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ളത് നാം കണ്ടു. നമ്പർ 4, വാർ ഇൻ ഹെവൻ. മൈക്കൽ കാസ്റ്റ് ഡൗൺ ദ ഡ്രാഗൺ. സ്വർഗത്തിലെ യുദ്ധ മഹാസർപ്പത്തെ മീഖായേൽ ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നു. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആൻറ്റൈ ക്രൈസ്റ്റ് ഈസ് നെവർ എ മാച്ച് ഫോർ ക്രൈസ്റ്റ്. എതിർ ക്രിസ്തുവിനെതിരെ കർത്താവിന് ഒരിക്കലും പോരാടേണ്ടി വരുന്നില്ല. മിഖായേലാണ്, ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ മിഖായേലാണ് ഗാർഡിയൻ പ്രിൻസ് ഓഫ് ദ നേഷൻ ഓഫ് ഇസ്രായേൽ. ദാനിയേലിനോടത് പറയുന്നുണ്ട് 12:1. ദാനിയേൽ 12:1 പറയുന്നുണ്ട്. ആ മൊത്തം രാഷ്ട്രത്തിൻ്റെ യുദ്ധം നടത്തുന്ന ആൾ ആരാണ്? ക്യാപ്റ്റൻ ആരാണ്? മൈക്കേൽ ദി ആർച്ചേഞ്ചൽ. നാലാമത്തെ ഇതിലേക്ക് അല്ലേ, മൈക്കേൽ ലീഡ്സ് ഏഞ്ചലിക് ഹോസ്, ഇതെല്ലാം പറയും. ഇനി യേശുവും അതായത് ക്രൈസ്റ്റും ആൻറ്റൈ ക്രൈസ്റ്റും തമ്മിൽ കൂട്ടിമുട്ടുന്ന എൻകൗണ്ടർ ഉണ്ടാകുന്ന ഒറ്റ രംഗമുള്ളൂ. അതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചാപ്റ്റർ 19 അവസാനമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? കർത്താവ് ഒന്ന് വാളെടുത്ത് വെട്ടി വിയർത്ത് ആണോ? നോക്കാം, ഒറ്റ വചനം വായിക്കാം. 2 Thessalonians chapter 2 verse number 8. ഇവിടെ ഈ മിഖായേലും അവൻ്റെ ദൂതന്മാർ, അവൻ്റെ സൈന്യവും അല്ലേ, പിന്നെ മഹാസർപ്പവും അവൻ്റെ ദൂതന്മാരും തമ്മിൽ സ്വർഗത്തിൽ ഭയങ്കരമായ പടയാണ്. അത് എത്ര നാൾ നിന്നെന്നും നമുക്കറിഞ്ഞുകൂടാ. എന്നിട്ടാണ് അവനെ ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നത്. എന്നാൽ ഏറ്റവും അവസാനം 7-ാം കാഹളത്തിന് ശേഷം യേശു കർത്താവ് ഇറങ്ങി വരുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല. യേശു രണ്ടാമത് വരുന്ന സമയത്ത് കല്യാണമൊക്കെ നടക്കും, ശരിയാണ്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് കർത്താവിനെ വരവേറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നറിയാമോ? ദൈവം അനുവദിച്ചാൽ ഈ ഞായറാഴ്ച സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റിൽ അത് ഞാൻ ടച്ച് ചെയ്യും, താഴേക്ക് വരും. ഒരു കാര്യം കൂടി ഓർക്കണം, ഇത് നടക്കുമ്പോൾ ക്രൈസ്റ്റ് ആൻഡ് ആൻറ്റൈ ക്രൈസ്റ്റ് എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ വി വിൽ ബി ഇൻ ദി ആർമി. അങ്ങനെ എഴുതിയിരിക്കുന്നു. എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണുന്നില്ല. ഒരു പക്ഷേ കേണലിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്രയും സ്ഥലത്തൊക്കെ ഫൈറ്റ് ചെയ്ത് അദ്ദേഹത്തിനൊരു എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നു. യുദ്ധം ഒന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ടോയ്ലറ്റിൽ പോകാൻ തോന്നും, വേറെ എന്തെങ്കിലും ബൈബിൾ എടുത്ത് 91-ാം സങ്കീർത്തനം വായിക്കാൻ തോന്നും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ നമ്മളും ആ കൂട്ടത്തിലുണ്ട്, ഒരുമിച്ചാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്ന ഒരു ഫോർടേസ്റ്റ് ഇപ്പോൾ പറയാം. 2 Thessalonians chapter 2 verse number 8 വായിക്കാമോ? അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ഇംഗ്ലീഷ് കൂടി വായിക്കാൻ രസമാണ്. Then the lawless one will be revealed. ഓക്കെ, അധർമ്മമൂർത്തി അതാരാണ്? ഈ പറഞ്ഞ കക്ഷി തന്നെയാണ്. The ancient serpent, Antichrist, whom the Lord Jesus will overthrow. Michael അല്ല, the Lord Jesus will overthrow with the breath of his mouth and destroy by the splendor of his coming. മൈക്കിൾ എന്താ ഈ ദൂതന്മാരും വെച്ച് പടവെട്ടി ഭയങ്കര വെട്ടിയാണ് അവനെ താഴ്ത്തിട്ടത്.
യേശു കർത്താവ് നമ്മളെല്ലാവരും കൂടി ഇറങ്ങി വന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിത്ത് ദ ബ്രെത്ത് ഓഫ് ഹിസ് മൗത്ത്. എല്ലാവരും ഇങ്ങനെ അവിടെ ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ കഥ. അർമഗദോൻ യുദ്ധം എന്നൊക്കെ പറഞ്ഞു ആളുകൾ ഭയങ്കര പടയെന്നൊക്കെ പറഞ്ഞു. ഇവിടെ പടയൊരുക്കം മാത്രമേ ഉള്ളൂ. കർത്താവ് വന്നിട്ട് എന്ത് ചെയ്യും? പരിപാടി തീർന്ന് നോക്കണം, അത്രേ ഉള്ളൂ. പണ്ടൊരു സിംഹത്തിൻ്റെ കഥ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരു ഗുഹയിൽ കയറി ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടന്ന് കൂർക്കം വലിച്ച് സ്വപ്നമൊക്കെ കണ്ട് ഉറങ്ങി വന്നപ്പോഴാണ് ഒരു സ്പൈഡർ വന്നിട്ട് അതിൻ്റെ ഈ ഗുഹയുടെ മൗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്പൈഡർ വെബ് കംപ്ലീറ്റ് അങ്ങനെ നെയ്ത് റെഡിയാക്കി അതിൻ്റെ നടുക്ക് കയറിയിട്ട് ഇങ്ങനെ ഇരുന്നു. സിംഹരാജാവ് ഒന്ന് എഴുന്നേറ്റ് വരട്ടെ, ഞാൻ കംപ്ലീറ്റ് ഗുഹ അടച്ചു വെച്ചേക്കുക. ഈ പുള്ളി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പുള്ളി നല്ല സ്വപ്നമൊക്കെ കണ്ട് എഴുന്നേറ്റ് വന്നിട്ട് എന്ന് പറയുമല്ല, സ്പൈഡറും ഇല്ല, സ്പൈഡർ വെബും ഇല്ല, ഒന്നുമില്ല, എല്ലാ ഗുഹാമുഖം ക്ലീൻ. ഇതാണ് ബാറ്റിൽ ഓഫ് അർമഗദൻ. പക്ഷെ നമ്മളാ കൂടെ ഉണ്ട്, നമ്മളതിലോട്ട് പോകും. ലെറ്റ് മീ ഫിനിഷ് ദിസ്. നമ്പർ 5, ഹെവൻ റിജോയ്സസ് ഓവർ ദി അക്യൂസേഴ്സ് ഫോൾ. നമ്മൾ നേരത്തെ കണ്ടു, അപവാദിയെ തള്ളിയിടുന്നു, അതിൽ സ്വർഗത്തിൽ ഒരു വലിയ സന്തോഷം നടക്കുന്നു. 3 കാര്യങ്ങളാലാണ് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ജയിക്കുന്നതെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ബ്ലഡ് ഓഫ് ദ ലാം, ദ വേർഡ് ഓഫ് ദ ടെസ്റ്റിമണി, നോട്ട് ലവിങ് ദെയർ ലൈവ്സ് അൺ ടു ഡെത്ത്. എൻ്റെ മലയാളം എന്ന് പറയാമോ? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷിവചനം ഹേതുവായിട്ടും തങ്ങളുടെ പ്രാണനെ സ്നേഹിക്കാത്ത നിമിത്തം. The dragon pursues the woman. ഈ സ്ത്രീയെ ഈ സ്ക്രീനിൽ കണ്ടായിരുന്നു എല്ലാവരും. 3 കാര്യങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചേ. The blood of the lamb, the word of the testimony, not loving their lives unto death. അടുത്ത ആളോട് മരണം വരെ പ്രാണനെ സ്നേഹിക്കരുതെന്ന് പറ. മരണം വരെ പ്രാണനെ സ്വന്തം പ്രാണനെ സ്നേഹിക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പ്രാണൻ തന്നവനെ സ്നേഹിക്കണം. പ്രാണനേക്കാൾ ഒരു പാട്ടുണ്ട് അല്ലേ, അരികിലുള്ളത്. അടുത്തത് റെവലേഷൻ 12:13-16 ദ ഡ്രാഗൺ പെർസ്യൂസ് ദ വുമൺ. അവിടെ പറയുന്നുണ്ട്, ഈ സ്ത്രീക്ക് 2 ചിറക് ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന്, മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതും കഴുകൻ്റെ ചിറകന്മേൽ വഹിച്ച് ഞാൻ നിന്നെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ പ്രത്യേക കരുതലിൽ കൊണ്ടുവരുന്നതിനെയാണ് അത് കാണിക്കുന്നത്. ചിലർ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്, സുരക്ഷിതമായുള്ള ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനുണ്ട്. അവിടെ 3.5 വർഷം പരിപാലിക്കുമെന്ന് പറഞ്ഞു. ഭയങ്കരമായി ഈ സാത്താൻ എന്ത് ചെയ്യുന്നു? വെള്ളം ചീറ്റിക്കുമെന്ന് പറഞ്ഞു. അത് അവൻ്റെ ഓവർവെൽമിങ് അറ്റാക്സ്, പോസിബിളി ഡിസെപ്ഷൻ, പെർസിക്യൂഷൻ ആൻഡ് ഫ്ലഡ് ലൈക്ക് ഡിസ്ട്രക്ഷൻ, ഭയങ്കരമായി നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തെയാണ് അത് കാണിക്കുന്നത് എന്ന് കണ്ടു. ഈ സ്ത്രീയെ കൊണ്ടുപോയി സൂക്ഷിക്കുന്ന സ്ഥലം പലരും വ്യാഖ്യാനിക്കുന്നത് പെട്ര, ജോർഡനിൽ പെട്ര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഇതാണ് പെട്ര. പോയിട്ടുള്ള എത്ര പേരുണ്ട്? നമ്മൾ ഒരു പ്രാവശ്യം നമ്മളെല്ലാവരും കൂടി പോയായിരുന്നു ഇവിടുന്ന്. പെട്ര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇനി അതിൻ്റെ ആ ലിസ്റ്റ് ഒന്ന് കാണിക്കുക. ഇത് പെട്രയാണെന്ന് പറയാൻ, വിശ്വസിക്കാൻ ആളുകൾ അങ്ങനെ കരുതാൻ കാരണം, പെട്ര ഇൻ ജോർഡൻ, ഏഷ്യൻ ഏഡോം ഓർ ബൊസ്ര എന്ന് പറയുന്നത്. ഇതൊരു ഡെസേർട്ട് വിൽഡർനെസ് ആണ്, സറൗണ്ടഡ് ബൈ മൗണ്ടൻസ് ആൻഡ് ക്ലിഫ്സ്, ആക്സസിബിൾ മെയിൻലി ത്രൂ എ നാരോ പാസേജ്, contains thousands of rock-cut shelters, historically used as a refuge city, one of the most naturally defensible places on earth. അതുകൊണ്ട് പല സ്കോളേഴ്സും ഇതൊക്കെ പഠിച്ചിട്ട് പറയുന്നത് പെട്രയിലായിരിക്കും. കാരണം പെട്ടെന്ന് ഭയങ്കരമായ ഷെൽട്ടറുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇത് ഫൈനലായിട്ടുള്ളതൊന്നുമല്ല, പലതിനെയും പ്രവചന ദൂതുകളൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ പറയുന്നതെന്നുള്ളൂ. അങ്ങനെ ഈ അധ്യായം അവസാനിക്കുമ്പോൾ, ദ ഡ്രാഗൺ വേജസ് വാർ അഗെയിൻസ്റ്റ് ദ റെസ്റ്റ് ഓഫ് ഹെർ ഓഫ് സ്പ്രിങ്. മക്കളിൽ ബാക്കിയുള്ളത് ആരാണ്? എൻ ടൈം ബിലീവേഴ്സ്. അന്ന് ആ സമയത്ത് ആരെല്ലാം വിശ്വാസത്തിലുണ്ടോ, മീനിങ് ജ്യൂസ് ആൻഡ് ജെൻറ്റൈൽസ് ടുഗെദർ. ആ സമയത്ത് യഹൂദന്മാർ മാത്രമല്ല, മനസ്സിലായല്ലോ. ആ സമയത്ത് വിശ്വാസത്തിലുള്ളത് ആരൊക്കെയുണ്ടോ അവരെല്ലാം
ഇവളുടെ മക്കളാണ്, ഈ സ്ത്രീയുടെ മക്കളാണ്. നമ്മളും വാസ്തവത്തിൽ ആ സ്ത്രീയുടെ മക്കളാണ്. അവളിൽ നിന്നാണ് നമ്മളെല്ലാവരും വിശ്വാസത്തിൽ വന്നത്. എത്ര പേർ ഹല്ലേലൂയ പറയും? ആമേൻ. സോ 11 and 12 മെമ്മറബിൾ, അൺഫോർഗറ്റബിൾ, ഭയങ്കര ഹെവി ചാപ്റ്റേഴ്സാണ്. നാളെ 13 ഇറ്റ് ഈസ് ടു ഹെവി. നല്ല ഒത്തിരി പ്രാവശ്യം വായിച്ചുകൊണ്ട് വരണം. ദൈവം ചോദിച്ചാൽ നാളെയാണ് എതിർ ക്രിസ്തു സ്പഷ്ടമായി പ്രത്യക്ഷപ്പെടുന്നത്. 666 നാളെയാണ്. പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് റീഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. കൈകൾ നെഞ്ചിലേക്ക് വയ്ക്കുക, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കൂട്ടത്തിൽ ആരെല്ലാം ഇത് ലൈവ് സ്ട്രീമിൽ കാണുന്നുവോ, ഇതിന് ശേഷം റീപ്ലേ കാണുമോ, ഏതെങ്കിലുമൊക്കെ സമയത്ത് കാണുമോ, എന്ന് കണ്ടാൽ പൂർണ്ണമായി യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം നിങ്ങൾക്ക് കൊടുക്കാം. ചേർന്ന് പറയാം, യേശുവേ, എനിക്ക് വേണ്ടി യുഗായുഗങ്ങളായി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ പദ്ധതികൾക്കായി നന്ദി പറയുന്നു. എന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങ് എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ രക്ഷകനാണ്. പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ടിരിക്കയാൽ നന്ദി പറയുന്നു. അങ്ങേക്കായി ഒരുങ്ങുവാൻ എന്നെ സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഓൺലൈനിൽ കണ്ടവർ ദയവായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം ദയവായി ഇടുക. ഇന്ന് കർത്താവിന് വേണ്ടി സമർപ്പിച്ചവർ തീർച്ചയായിട്ടും അതിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഇന്ന് കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. കൈകൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.